അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റ് അൽ ഉൽഫത്തു വൽ മഹബ്ബ. അൽ ഉൽഫത്തു വൽ മഹബ്ബ. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പം, വളരെ നമുക്ക് അടുത്ത സ്നേഹമുള്ള ആളുകളോടാണ് ഉൽഫത്ത്, അടുപ്പം, സ്നേഹം. വൽ മഹബ്ബത്ത്, മഹബ്ബത്ത് ഇഷ്ടം, സ്നേഹവും അടുപ്പവും എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. 1ാമത്തെ പാഠം ഉൽഫത്ത് എന്ന പാഠമുണ്ട്, പിന്നെ ഹദിയത്തി എന്നൊരു പാഠമുണ്ട്, ഇസ്മത്ത വൽ വർദത്ത് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ഇങ്ങനെ 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. നമുക്ക് 1ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ ഒരു പാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിലെ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ കുട്ടികളുണ്ട്, ഉപ്പയും ഉമ്മയുമുണ്ട്, പിന്നെ വല്ലിപ്പയും വല്ലിമ്മയും ഉണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട വിവിധ പ്രായത്തിലുള്ളവർ ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരമൊരു ചിത്രം ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒന്നിച്ചിരിക്കാനുള്ള സമയങ്ങൾ നമുക്ക് കിട്ടാതെ ആയി പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും കുറഞ്ഞു വരികയാണ്. കുട്ടികളായ നമ്മൾ വീട്ടിലുള്ള ഏറ്റവും മുതിർന്നവരായ നമ്മുടെ വല്ലിപ്പമാരോട്, വല്യമ്മമാരോട്, അല്ലെങ്കിൽ പ്രായമുള്ള മറ്റാരൊക്കെയാണോ നമ്മുടെ വീട്ടിലുള്ളത് അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് അവരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. അത് ജോലികളൊന്നുമില്ലാതെ വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ പല പ്രായത്തിൻ്റെതായ അവശതകൾ കാരണം ഒറ്റക്ക് സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. ആ സമയത്ത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം അവരുടെ കൂടെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചുകൊണ്ട്, അവരുടെ മനസ്സിന് കൂടുതൽ സന്തോഷം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്. ആ സമയം നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ അറിവുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ ചിത്രമാണ്. കുടുംബത്തിന് അറബിയിൽ പറയുന്നത് ഉസ്റത്ത്. മറ്റൊരു പദം ആയിലത്ത്. ഉസ്റത്ത്, ആയിലത്ത്, കുടുംബം. ഇതിൽ ഉപ്പാക്ക് പറയുന്നത് വാലിദ് അബ്, വാലിദ് അബ്. ഉമ്മാക്ക് പറയുന്നത് വാലിദത്ത് ഉമ്മ്. ഗ്രാൻഡ് പാരൻസ് ദത്ത് വല്ലിമ്മ, ജദ് വല്ലിപ്പ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നമുക്കാദ്യം വായന പരിശീലനം ചെയ്യാം. അത് നമുക്ക് വായിക്കാം. അതിനുശേഷം പാഠത്തിൻ്റെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് കടക്കാം. അൽ ഉൽഫത്ത്. ഇസ്തൈഖള ഫവാസ് ഫിസ്സബാഹി മുബക്കിറൻ. ഇസ്തഹമ്മ വലബിസൽ മലാബിസ അൽ ജദീദ. ഖറജ മഅ ഉസ്റതിഹി ഇലൽ മത്വാരി ലിഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ. انتظر فواز مع أسرته في الصالة ورأى هبوط الطائرة المدرج مباشرة بعد التخليص الجمركي. خرج الوالد من المطار. أسرع فواز إليه വആനകഹു. ഉൽഫത്ത് എന്നാണ് പാഠത്തിൻ്റെ പേര്. ഉൽഫത്ത് അടുപ്പം, സ്നേഹം, അടുപ്പം എന്നൊക്കെയാണ് ഉൽഫത്തിൻ്റെ അർത്ഥം. ഇസ്തൈഖള എഴുന്നേറ്റു, ഫവാസ് എഴുന്നേറ്റു, ഫിസ്സബാഹി
രാവിലെ മുബക്കിറൻ നേരത്തെ എഴുന്നേറ്റു. ഇസ്തഹമ്മ അവൻ കുളിച്ചു. വലബിസൽ മലാബിസ എന്നിട്ട് വസ്ത്രം ധരിച്ചു. ലബിസ ധരിച്ചു, മലാബിസ് വസ്ത്രങ്ങൾ, അൽ ജദീദ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ഖറജ പുറപ്പെട്ടു. മഅ ഉസ്റത്തിഹി അവന്റെ കുടുംബത്തോടൊപ്പം, മഅ കൂടെ, ഉസ്റത്ത് കുടുംബം, ഹി അവന്റെ കുടുംബത്തിന്റെ കൂടെ, ഇലൽ മത്വാർ മത്വാർ എയർപോർട്ട്, ഇലൽ മത്വാർ മത്വാറിലേക്ക് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ലി ഇസ്തിഖ്ബാലി ലി വേണ്ടി, ഇസ്തിഖ്ബാൽ സ്വീകരിക്കുക, ലി ഇസ്തിഖ്ബാലി സ്വീകരിക്കാൻ വേണ്ടി, വാലിദിഹി അവന്റെ ഉപ്പയെ, അൽ ഖാദിം വരുന്ന, മിൻ ഖത്തർ ഖത്തറിൽ നിന്ന്, മിൻ ഇൽ നിന്ന് ഖത്തർ ഖത്തറിൽ നിന്ന് വരുന്ന ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫവാസ് അവൻ്റെ ഉപ്പ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്, അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ കൂടെ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോയി. ഇൻതളറ ഫവാസ് ഫവാസ് കാത്തിരുന്നു, ഇൻതളറ കാത്തിരുന്നു, മഅ ഉസ്റത്തിഹി അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, ഫിസ്വാല സ്വാല ഹാള്, ആളുകൾ പുറത്തു വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഹാള്. വറ ആ അവൻ കണ്ടു, ഹുബൂത്ത ത്വാഇറ ഹുബൂത്ത് ലാൻഡിങ്, ലാൻഡ് ചെയ്യുന്നത്, ത്വാഇറ പ്ലെയിന് ലാൻഡ് ചെയ്യുന്നത് അവൻ കണ്ടു. അൽ മദ്റജ് മദ്റജ് റൺവേ, എയർപോർട്ടിൽ പ്ലെയിന് വന്നിറങ്ങുന്ന ആ സ്ഥലത്തെയാണ് റൺവേ എന്ന് പറയുക. ഈ റൺവേയിലേക്ക് പ്ലെയിന് ലാൻഡ് ചെയ്യുന്നത് അവൻ കണ്ടു. റഅ ഹുബൂത്ത ത്വാഇറ അൽ മദ്റജ് മുബാഷിറത്തൻ മുബാഷിറത്ത് ലൈവായിട്ട് ഇറങ്ങുന്നത് അവൻ നേരിട്ട് കണ്ടു. ബഅദ തഹ്ലീസ് തഹ്ലീസ് പരിശോധന, ബഅദ ശേഷം, പരിശോധനയ്ക്ക് ശേഷം, എന്ത് പരിശോധനയാണ്? അൽ ജുംരുക്കി കസ്റ്റംസിൻ്റെ പരിശോധനയ്ക്ക് ശേഷം, ഖറജൽ വാലിദു ഉപ്പ പുറത്തേക്ക് വന്നു, ഖറജ പുറത്തേക്ക് വന്നു, അൽ വാലിദ് ഉപ്പ, മിനൽ മത്വാർ മത്വാറിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഉപ്പ പുറത്തേക്ക് വന്നു. അസ്റഅ ഫവാസ് വേഗത്തിൽ പോയി, അസ്റഅ വേഗത്തിൽ പോയി, ഇലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ഫവാസ് വേഗത്തിൽ പോയി. വ ആനഖഹു ആനഖ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു, വ ആനഖഹു അദ്ദേഹത്തെ അവൻ കെട്ടിപ്പിടിച്ചു. 3 ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മത്താ ഖറജ അൽ വാലിദ് മിനൽ മത്വാർ, മത്താ എപ്പോഴാണ്, ഖറജ പുറത്തേക്ക് വന്നത്, അൽ വാലിദ് ഉപ്പ പുറത്തേക്ക് വന്നത്, മിനൽ മത്വാർ എയർപോർട്ടിൽ നിന്ന് ഉപ്പ എപ്പോഴാണ് പുറത്തേക്ക് വന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് അവിടെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി കിട്ടുന്നത് നോക്കാം. ഖറജൽ വാലിദു ഉപ്പ പുറത്തേക്ക് വന്നു, മിനൽ മത്വാരി എയർപോർട്ടിൽ നിന്ന്. ആ വാക്ക് നമ്മുടെ പാരഗ്രാഫിലുണ്ടോ? ഖറജൽ വാലിദു മിനൽ മത്വാരി എപ്പോഴാണ്? അതിൻ്റെ ആ സെൻറ്റൻസിൽ തന്നെ നമുക്ക് ഉത്തരം കാണാം. ബഅദ തഖ്ലീസിൽ ജുംരുക്കി ഖറജൽ വാലിദു മിനൽ മത്വാരി. രണ്ടാമത്തെ ചോദ്യം, മഅ മൻ ഖറജ ഫവാസ് ഇലൽ മത്വാർ, മഅ മൻ ആരുടെ കൂടെയാണ്, ഖറജ ഫവാസ് ഇലൽ മത്വാർ. ഇവിടെ നമുക്ക് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ആ ഭാഗം അങ്ങോട്ട് വെട്ടാം, ബാക്കിയുള്ളതാണ് ഉത്തരം തുടങ്ങുന്നത്. ഖറജ ഫവാസ് ഇലൽ മത്വാർ, നമ്മുടെ പാരഗ്രാഫിലുണ്ടോ? ഖറജ ഫവാസ് ഇലൽ മത്വാർ, ഖറജ മഅ ഉസ്റത്തിഹി ഇലൽ മത്വാർ എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചേർക്കാം ഖറജ ഫവാസ് ഇലൽ മത്വാർ മഅ ഉസ്റത്തിഹി, ഖറജ ഫവാസ് ഇലൽ മത്വാർ മഅ ഉസ്റത്തിഹി.
മൂന്നാമത്തെ ചോദ്യം ലിമാസ സഹബ ഫവാസ് ഇലൽ മത്വാർ. ലിമാസ എന്തിനു വേണ്ടിയാണ് സഹബ പോയത്, ഫവാസ് പോയത് ഇലൽ മത്വാർ എയർപോർട്ടിലേക്ക് പോയത് എന്തിനു വേണ്ടിയാണ്? ക്വസ്റ്റ്യൻ വേർഡിനെ നമുക്ക് വെട്ടാം. ലിമാസ എന്തിനു വേണ്ടി എന്നുള്ളത് അങ്ങോട്ട് കളഞ്ഞാൽ ഉത്തരം നമുക്ക് ഇവിടെ തുടങ്ങും. സഹബ ഫവാസ് പോയി ഇലൽ മത്വാർ മത്വാറിലേക്ക് പോയി. എന്തിനു വേണ്ടിയായിരുന്നു പോയത്? ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്വർ. സഹബ ഫവാസ് ഇലൽ മത്വാരി ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്വർ.